ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പുതിയൊരു രീതിയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുന്നത്. അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു, ജോബ് കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എൻ്റെ പേര് എൽബി, ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സർവീസ് അഡ്വൈസറായിട്ട്. ടെക്നിക്കലായിട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് പഠിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പഠിക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ആംബിറ്റ് ഓട്ടോമേഷനെ പറ്റിയിട്ട് അറിയുന്നത്. അങ്ങനെ ഞാൻ ഡയറക്റ്റ് ആംബിറ്റിൽ വന്നു. നമ്മൾ ഒരു എൻക്വയറി നടത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലെ സാറാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം എനിക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിലും എന്താണ് അതിൽ കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് തന്നെ സാർ ഒരു ക്ലാരിഫിക്കേഷൻ തരുമായിരുന്നു. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്താണ്, എവിടേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ സാർ അപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. സോ ഞാൻ അങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ക്ലാസ്സിൽ ജോയിൻ ചെയ്തെങ്കിലും ഞാൻ നല്ല ടെൻസ്ഡായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ അത് ക്വിറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു രീതിയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുന്നത്. അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു, ജോബ് കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്ലാസ്സിൽ ഗേൾസ് കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് പെൺകുട്ടികൾക്ക് പറ്റുന്നൊരു ഫീൽഡ് അല്ലാത്തത് കൊണ്ടാണോ ക്ലാസ്സിൽ ഗേൾസ് കുറവായിരുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ പ്ലേസ്ഡായി. നമുക്കും ഗേൾസിന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ജോബാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. നെക്സ്റ്റ് മൺഡേ എനിക്ക് ജോയിനിങ് ആണ് കാഡിലാക് ഓട്ടോമേഷനിൽ ടെക്നിക്കൽ കൺസൾട്ടൻ്റ് ആയിട്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ്മെൻറ്റ് ടീം തന്നെ നമുക്കിവിടെ ഉണ്ട്. വെരി താങ്ക്ഫുൾ ടു ആംബിറ്റ്. ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് യു.